ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോണത് പൈത്തണിലെ തന്നെ ഡിക്ഷണറി മെത്തേഡ്സ് ആണ്. മുന്നത്തെ വീഡിയോന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടത്. അതായത് മുന്നേ നമ്മൾ പൈത്തണിൽ എങ്ങനെ ഡിക്ഷണറീസ് ഉപയോഗിക്കാന്നാണ് പറഞ്ഞേക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഡിക്ഷണറീസിൽ ഡിക്ഷണറിയിൽ ഏതൊക്കെ മെത്തേഡ്സ് ഉണ്ട്, ആ മെത്തേഡ് വെച്ചിട്ട് ഡിക്ഷണറീസ് എങ്ങനെ പ്രോസസ് ചെയ്യാം, അതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ നോക്കാം. ദാ ഡിക്ഷണറീസിൽ മെയിൻ ആയിട്ട് ഇത്ര മെത്തേഡ്സ് ആണ് ഉള്ളത്. ഒന്ന് ഗെറ്റ്, പിന്നെ അപ്ഡേറ്റ്, ക്ലിയർ, വാല്യൂസ്, കീ, പിന്നെ ഡിലീറ്റ്, ഡൽ. അപ്പോൾ ഗെറ്റ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കീ അതിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ കീയുടെ വാല്യൂ നമുക്ക് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഡിക്ഷണറി നോക്കുകയാണെങ്കിൽ ഇതിലിപ്പോ 3 പെയർ ഉണ്ട്. 3 പെയർ ഓഫ് കീ വാല്യൂ ഉണ്ട്. ഇതൊരു കീ വാല്യൂ പെയർ, ഇതൊരു കീ വാല്യൂ പെയർ, പിന്നെ ഇതൊരു കീ വാല്യൂ പെയർ. 3 പെയർ ഉണ്ട്. ശരിക്കും ഡിക്ഷണറീസിൽ നമ്മൾ ഡാറ്റ റെപ്രസെന്റ് ചെയ്യണത് കീ വാല്യൂ പെയർ ആയിട്ടാണ്. ഞാൻ ഒന്നുകൂടി പറയാം. ഇതൊരു കീ വാല്യൂ, നെയിം ആൽവിൻ, വെയിറ്റ് 51 ഒരു കീ വാല്യൂ, കൺട്രി ഇന്ത്യ അതൊരു കീ വാല്യൂ. അങ്ങനെ 3 പെയർ. ഇനി എനിക്ക് നെയിം എന്ന് പറഞ്ഞ കീ, ആ കീയില് ഉള്ള വാല്യൂ നമുക്ക് കിട്ടണം. ആ കീയുടെ ഉള്ളിലുള്ള വാല്യൂസ്, അതായത് കീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് വേണം പറയാം. അതായത് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കീയിൽ കൊടുക്കുകയാണെങ്കിൽ ആ കീയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്താണ് ഉള്ളത് അത് നമുക്ക് കിട്ടും. അപ്പൊ ഇതില് ഈ ഡിക്ഷണറിയില് നെയിമിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ആൽബിൻ എന്ന് പറഞ്ഞ വാല്യൂ ആണ് ഇതിൽ കിടക്കണേ. ഈ കീയുടെ കറസ്പോണ്ടിങ് ആയിട്ട് ആൽബിൻ എന്ന് പറഞ്ഞ വാല്യൂ ആണ് ഇതിൽ കിടക്കണേ. ആ ആൽബിനാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്ത് മെത്തേഡ്സ് ഉപയോഗിക്കുകയാണെങ്കിലും അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഡിക്ഷണറിയിലേക്കാണോ മെത്തേഡ് അപ്ലൈ ചെയ്യണത് ആ ഡിക്ഷണറിയുടെ പേര് തുടക്കം വെക്കുക. ഇതിപ്പോ ഇതിലേക്ക് ഞാൻ എന്ന് പറഞ്ഞ ഡിക്ഷണറിയിലേക്കാണ് മെത്തേഡ് വെച്ചിട്ട് പ്രോസസ് ചെയ്യണം. പ്രോസസ് മീൻസ് നമ്മൾ കുറച്ച് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇൻസേർട്ടിങ്, ഡിലീറ്റിങ്, അങ്ങനെ അതാണ് ഞാൻ മീൻ ചെയ്യണം കേട്ടോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഈ ഡിക്ഷണറിയിലേക്കാണ് നമ്മൾ മെത്തേഡ്സ് വെച്ച് പ്രോസസ് ചെയ്യണത്. ആ ഡിക്ഷണറിയുടെ പേര് ഡോട്ട്, പിന്നെ മെത്തേഡ്, ഏത് മെത്തേഡാണ് ഉപയോഗിക്കണത് അത് പറയാം. വീണ്ടും പറയാം, ഏത് ഡിക്ഷണറിയിലേക്കാണ് നമ്മൾ മെത്തേഡ് ഉപയോഗിക്കണേ ആ ഡിക്ഷണറിയുടെ പേര് ഡോട്ട്, ഏത് മെത്തേഡാണ് ഉപയോഗിക്കണേ. അപ്പൊ ഇവിടെ ഗെറ്റ്, എന്ന് പറഞ്ഞ ഡിക്ഷണറിയിലേക്ക് ഗെറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കുന്നു. അതാണ് ഗെറ്റ് കൊണ്ട് ഉദ്ദേശിക്കണേ. ഇനി ഗെറ്റിന്റെ ഉള്ളില് നെയിം എന്ന് പറഞ്ഞ കീ ഞാൻ കൊടുത്തു. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് നെയിമിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽബിൻ എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. നമുക്ക് ഇതൊന്ന് ഔട്ട്പുട്ട് നോക്കാം നമുക്ക് എങ്ങനെയാ ചെയ്യാന്നുള്ളത്. ഇതിപ്പോ ഓൾറെഡി ഞാനൊരു ഡിക്ഷണറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെയും ഉണ്ടാക്കുന്നില്ല. ഒരു വേരിയബിൾ ഞാൻ എടുത്തു സി. ഞാൻ ഗെറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് വെച്ചിട്ട് കീ വാല്യൂ സ്പെസിഫൈ ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ നമുക്ക് കിട്ടും. ആ കീ സ്പെസിഫൈ ചെയ്ത കീയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. ആ വാല്യൂ സി എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. അതാണ് ഇവിടെ നടക്കണം കേട്ടോ. അപ്പൊ സിയിലേക്കാണ് നമ്മൾ ഗെറ്റ് വെച്ചെടുക്കണ കീയുടെ വാല്യൂ സ്റ്റോർ ചെയ്യുക. ഏത് ഡിക്ഷണറിയാണ് ഉപയോഗിക്കുന്നത്, എന്ന് പറഞ്ഞ ഡിക്ഷണറിയിലേക്കാണ് ഞാൻ എൻ്റെ ഗെറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കണം. അപ്പൊ ഡോട്ട് ഗെറ്റ്. ഇനി നമുക്ക് ഏത് കീയുടെ വാല്യൂ ആണ് നമുക്ക് വേണ്ടതെന്നുള്ളതാണ് ഇവിടെ പറയണ്ട, പാരാമീറ്റർ ആയിട്ട് കൊടുക്കണ്ട. അപ്പൊ ഞാൻ ഇവിടെ നെയിം എന്ന് പറഞ്ഞ ഒരു പാരാമീറ്റർ ആണ്, ഒരു കീ ആണ് ഞാൻ ഇതിൽ കൊടുക്കണേ. നെയിമിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് എനിക്ക് പ്രിന്റ് ചെയ്ത് കിട്ടണ്ടേ. പ്രിന്റ് സി നോക്കാം. കണ്ട, നെയിം എന്ന് പറഞ്ഞ കീ ഇതിന് ഞാൻ ഗെറ്റിലേക്ക് കൊടുത്തപ്പോ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ പ്രിന്റ് ചെയ്ത് കിട്ടി. അപ്പൊ ഗെറ്റിന്റെ ഉപയോഗം അതാണ്. ഏത് കീ ആണോ നമ്മൾ കൊടുക്കണേ ആ കീയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടും. ഇനി അടുത്ത മെത്തേഡ്
അപ്ഡേറ്റ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഒരു ഡിക്ഷണറി ഉണ്ട് നമുക്ക്. ആ ഡിക്ഷണറിയിൽ ഡാറ്റാസ് ഉണ്ട്. ഇനി പുതിയതായിട്ടൊരു ഡാറ്റ നമുക്ക് ആഡ് ചെയ്യണം. ഓൾറെഡി ഉള്ള ഡിക്ഷണറിയിലേക്ക് പുതിയൊരു ഡാറ്റ എൻട്രി ചെയ്യണം. ഇപ്പൊ ഇവിടെ നോക്കാം, ഇതാണ് എൻ്റെ ഉള്ള ഡിക്ഷണറി. ഇനി ഈ ഡിക്ഷണറിയിലേക്ക് ഞാൻ പുതിയ ഒരു കീ വാല്യൂ എൻട്രി ചെയ്യണം എനിക്ക്. കാരണം നമുക്ക് ആവശ്യം വരും പ്രോഗ്രാമിങ്ങിൽ എപ്പോഴും ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ വേറൊരു കേസ്, ഈ ഡിക്ഷണറി, ലിസ്റ്റ്, സെറ്റ്, ടപ്പിൾസ് അതൊക്കെ എല്ലാ സ്ഥലത്തും ആവശ്യമുള്ള സാധനം കേട്ടോ. അപ്പൊ നന്നായി അത് മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിക്ഷണറി. ഈ ഡിക്ഷണറിയിലേക്ക് ഇനി ഞാൻ ഒരു പുതിയൊരു കീ വാല്യൂ എൻട്രി ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കണേ? അപ്ഡേറ്റ്. ഓക്കെ, അപ്പൊ ഏത് ഡിക്ഷണറിയിലേക്കാണ് ഫംഗ്ഷൻ ഉപയോഗിക്കണേ എന്നുള്ളത് പറയണം. ഞാൻ എന്ന് പറഞ്ഞ ഡിക്ഷണറിയിലേക്കാണ് ഫംഗ്ഷൻ ഉപയോഗിക്കണേ. അപ്പൊ ആ ഫംഗ്ഷന്റെ പേര് ഡോട്ട്. ഇനി ഏത് ഫംഗ്ഷനാണ് ഉപയോഗിക്കണം എന്നുള്ളത്, ഞാൻ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനാണ് ഇതിൽ ഉപയോഗിക്കണേ. അതിൻ്റെ ഉള്ളില് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഉള്ളില് നമ്മൾ പുതിയൊരു കീ വാല്യൂ പെയർ നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഞാനിപ്പോ ഇവിടെ ഹൈറ്റ് 172, ഇത് കീ, ഇത് വാല്യൂ. ഈ കീ വാല്യൂ ആണ് ഞാൻ ഈ ഡിക്ഷണറിയിലേക്ക് എന്ന് പറഞ്ഞ ഡിക്ഷണറിയിലേക്ക് ആഡ് ചെയ്യണേ. അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആദ്യം ഫംഗ്ഷന്റെ ഉള്ളിൽ കേളി ബ്രാക്കറ്റ് ഇടാം, 2 കേളി ബ്രാക്കറ്റ്, അതിന്റെ ഉള്ളിൽ കീ വാല്യൂ. ഈ കീ എന്ന് പറഞ്ഞ സാധനം സ്ട്രിങ് ആയതുകൊണ്ടാണ് ഡബിൾ കോട്ടിൽ ഇട്ടേക്കണം കേട്ടാ. കീ വാല്യൂ, ഇതാണ് എന്റെ പുതിയ കീ. ഇതാണ് ഞാൻ ഈ എന്ന് പറഞ്ഞ ഡിക്ഷണറിയിലേക്ക് എൻട്രി ചെയ്യണേ. പിന്നെ ഇത് പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി ഒരു ഡിക്ഷണറി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് പുതിയതായിട്ട് ഞാൻ ഒന്നും ചെയ്യണില്ല. അപ്ഡേറ്റ് ഫംഗ്ഷൻ വെച്ചു, അതിൻ്റെ ഉള്ളിൽ പുതിയൊരു കീ വാല്യൂ പെയർ ഞാൻ ആഡ് ചെയ്യാണ്. അതിൽ ഞാൻ BMS ആഡ് ചെയ്തു. അതിൻ്റെ ഉള്ളിൽ എന്ത് വേണം? കീ കിട്ടി. ഇനി എന്ത് വേണം? വാല്യൂ അല്ലേ? 128. ഓക്കെ, ഇനി പ്രിന്റ് ചെയ്യുമ്പോഴേ ഇവിടെ ഇത് ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല. C = അപ്ഡേറ്റ്, ഈ ഫംഗ്ഷനിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല നമുക്ക് അപ്ഡേറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ. നമ്മൾ ഏത് ഡിക്ഷണറി ആണോ ചേഞ്ച് ചെയ്യണത് ആ ഡിക്ഷണറിയുടെ പേര് വെച്ചാൽ മാത്രമാണ് നമുക്ക് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്ത് കിട്ടുള്ളൂ. ഇതിപ്പോ എന്ന് പറഞ്ഞ ഡിക്ഷണറിയിലേക്കാണ് പുതിയ വാല്യൂ നമ്മൾ ആഡ് ചെയ്യണേ. അപ്പൊ ചേഞ്ച് ചെയ്ത ഡിക്ഷണറിയുടെ പേരാണ് നമ്മൾ ഇവിടെ വെക്കേണ്ടത്. അപ്ഡേറ്റ് ഈ സാധനം ഇതിലേക്ക് പോകും. അപ്പൊ ഇതാണ് ചേഞ്ച് ചെയ്യണേ, അതിന്റെ പേര് ഇതിലേക്ക് ഇവിടെ നമ്മൾ പ്രിന്റിന്റെ ഉള്ളിലേക്ക് വെക്കുക. വേണ്ട, BMS പുതിയ ഒരു കീ വാല്യൂ ഇതിൽ ആഡ് ചെയ്ത് കിട്ടി. അപ്പൻഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ചെയ്യണ അതേ ഇത് തന്നെയാട്ടാ ഈ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ചെയ്യണേ. അപ്പൻഡ് നമ്മൾ ലിസ്റ്റിൽ അപ്പൻഡ് ഉപയോഗിക്കുന്നുണ്ട്. ആ അപ്പൻഡിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് അപ്ഡേറ്റ്. ഇനി അടുത്തത് ക്ലിയർ. എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിക്ഷണറിയിലത്തെ എല്ലാ ഡാറ്റാസും ഇറേസ് ചെയ്യാണ് ചെയ്യണേ. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്ഷണറിയിലെ എല്ലാ ഡാറ്റാസും നമുക്ക് ഇറേസ് ചെയ്യണം. നമുക്ക് അങ്ങനെ ഒരു ആവശ്യം വരും പ്രോഗ്രാമിങ് ചെയ്യുമ്പോൾ, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ക്ലിയർ ഉപയോഗിക്കണേ. ക്ലിയർ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിക്ഷണറിയുടെ എല്ലാ ഡാറ്റാസും ഇറേസ് ചെയ്ത് പോകും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് ഞാൻ വെച്ചിട്ടുണ്ട്. ഡിക്ഷണറിയുടെ പേര്, ഏത് ഡിക്ഷണറിയിലേക്കാണ് ഫംഗ്ഷൻ ഉപയോഗിക്കണേ അതിന്റെ പേര്, ഡോട്ട് ഏത് ഫംഗ്ഷൻ. ഞാൻ ക്ലിയർ കൊടുത്തു. വേണ്ട, ഈ ഡിക്ഷണറി എന്ന് പറഞ്ഞ ഡിക്ഷണറിയുടെ ഉള്ളിലത്തെ എല്ലാ ഡാറ്റാസും ഇറേസ് ചെയ്ത് പോയി, ഒന്നും കാണാനില്ല. കണ്ട, വെറും ഒരു ഡിക്ഷണറിയാണ്. ഇനി അടുത്തൊരു മെത്തേഡാണ് ഡിലീറ്റ്. എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിലീറ്റ് നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഡിലീറ്റ് നമുക്ക് 2 രീതിയിൽ. ഡിലീറ്റ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിക്ഷണറി കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിൽ ഡിലീറ്റ് വെച്ചിട്ട് നമുക്ക് കളയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഡിക്ഷണറിയിലത്തെ സ്പെസിഫിക് ആയിട്ടുള്ള കീ വാല്യൂ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. അങ്ങനെ 2 രീതിയിൽ ഡിക്ഷണറിയിൽ ഡിലീറ്റ് മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഡിലീറ്റ്
ഒന്നിങ്ങനെ ഡിക്ഷണറി കംപ്ലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാനായിട്ട് ഇതാ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഡിലീറ്റ് എ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ട എ ഈസ് നോട്ട് ഡിഫൈൻഡ്, കാരണം ഈ ഡിക്ഷണറി ഫുള്ള് ഡിലീറ്റ് ചെയ്ത് പോയി. പിന്നെ പുതിയതായിട്ട് അവിടെ ഒരു ഡിക്ഷണറി ഇല്ല എന്നാണ് അർത്ഥാക്കണത്. ഇനി വേറൊരു മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റണത്, വേറൊരു ഡിലീറ്റ് മെത്തേഡ്, നമുക്കൊരു വാല്യൂ, അതായത് ഒരു കീ സ്പെസിഫൈ ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഒരു ഡിക്ഷണറിയിലത്തെ സ്പെസിഫിക് ആയിട്ടുള്ള കീ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഇപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നെയിം കൊടുത്തു കഴിഞ്ഞാൽ നെയിമിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഡിലീറ്റ് ചെയ്ത് പോകും, നെയിമും ഡിലീറ്റ് ചെയ്ത് പോകും. ഇപ്പൊ നെയിമും ഇപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നെയിമും ആൽബിനും ഈ ഡിക്ഷണറിയിൽ ഉണ്ടാവില്ല. ഹൈറ്റും വെയിറ്റും മാത്രമാണ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുള്ളൂ. വേണ്ട, നെയിമും പോയി ആൽബിനും പോയി. ഇങ്ങനെ ഡിലീറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഡിലീറ്റ് എ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഏത് കീ ആണ് ഡിലീറ്റ് ചെയ്യണമെന്നുള്ളത്, നെയിം എന്ന് പറഞ്ഞ കീ ആണ് ഡിലീറ്റ് ചെയ്യണം. നെയിം വെച്ച് കഴിഞ്ഞാൽ നെയിമും പോവും ആൽബിനും പോവും കേട്ടോ. ഇനി അടുത്തൊരു മെത്തേഡാണ് വാല്യൂസും കീയൂസും. എ ഡോട്ട് കീസ് എന്താ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കീ വാല്യൂസ് എല്ലാ കീ വാല്യൂസും നമുക്ക് കിട്ടും. ഇതേ ഈ രണ്ട് മെത്തേഡ് ഇവിടെ തൽക്കാലം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല, എന്തോ ചെറിയ പ്രശ്നം പറ്റിയിട്ട്. ഞാൻ ഇപ്പൊ ഇന്നത്തെ വീഡിയോസിൽ പറയാം, വാല്യൂസിന്റെയും കീല് ഞാൻ പിന്നെ വീഡിയോയിൽ പറയാം. തൽക്കാലം ഇത്ര നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പൊ എല്ലാവർക്കും താങ്ക്സ്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഈ കീയും വാല്യൂസും ഒക്കെ ഈ ഫോർ ലൂപ്പ് വെച്ചിരിക്കുമ്പോൾ ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടാ, പേടിക്കൊന്നും വേണ്ട. അപ്പൊ താങ്ക്സ്.